അങ്കമാലി മുക്കന്നൂർ കൂട്ടക്കൊലക്കേസിൽ വിധി ഇന്ന്. പ്രതി ബാബു കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരുന്നു. കൊലപാതകവും കൊലപാതക ശ്രമവും അടക്കമുള്ള കുറ്റങ്ങൾ തെളിഞ്ഞു. ബാബുവിന്റെ സഹോദരൻ ശിവൻ, ഇയാളുടെ ഭാര്യ വത്സല, ഇവരുടെ മകൾ സ്മിത എന്നിവരെ സ്വത്ത് തർക്കത്തെ തുടർന്ന് വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, വിധി പ്രസ്താവം എപ്പോഴേക്ക് പ്രതീക്ഷിക്കാം? അഭിലാഷ്, ഇന്ന് രാവിലെ 11 മണിക്കാണ് കോടതി കേസ് പരിഗണിക്കുന്നത്. പ്രത്യേക കോടതിയാണ് പരിഗണിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ വിധി പ്രസ്താവം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതിന്മേലുള്ള ശിക്ഷാവിധിന്മേലുള്ള വാദമടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയായിരുന്നു. പ്രതി കുറ്റക്കാരനാണെന്നും കൊലപാതകവും കൊലപാതക ശ്രമവും ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ തെളിഞ്ഞതായിട്ട് കോടതി കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ കടുത്ത ശിക്ഷ നൽകണം, പരമാവധി ശിക്ഷ നൽകണം എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. അതേസമയം മറ്റു കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ല പ്രതി ബാബു. ജയിലിലെ നല്ല നടപ്പടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കണമെന്നൊരു വാദമാണ് പ്രതിഭാഗം ഉന്നയിക്കുന്നത്. എന്തായാലും കോടതി ഇന്ന് 11 മണിക്ക് എറണാകുളത്തെ സെഷൻ കോടതി ഇന്ന് വിധി പറയുകയും ചെയ്യും. 2018 ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. സ്വത്ത് തർക്കത്തിന്റെ പേരിലായിരുന്നു ഇത് വഴക്ക് തുടങ്ങുന്നത്. സഹോദരനായ ശിവൻ, 62 വയസ്സുള്ള ശിവൻ, ഇയാളുടെ ഭാര്യ വത്സല 58 വയസ്സ്, ഇവരുടെ മകൾ 30 വയസ്സുള്ള സ്മിത എന്നിവരെയാണ് ബാബു വെട്ടിക്കൊലപ്പെടുത്തിയത്. മറ്റ് സഹോദരങ്ങൾക്ക് നേരെയും വധശ്രമം അടക്കമുള്ള കാര്യങ്ങൾ നടന്നിരുന്നു. ഈ മരിച്ച സ്മിതയുടെ ഇരട്ട കുട്ടികൾക്ക് ഈ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. അങ്ങനെ വലിയൊരു പരിഭ്രാന്തി അടക്കം ഈ നാട്ടിൽ സൃഷ്ടിച്ച ശേഷമായിരുന്നു ഇയാൾ പിന്നീട് ക്ഷേത്രക്കുളത്തിൽ ചാടുകയും മറ്റു ആളുകളും പോലീസും ചേർന്ന് കീഴ്പ്പെടുത്തി പിന്നീട് പോലീസിന് കൈമാറുകയും എല്ലാം തന്നെ ചെയ്തത്. വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ്. ഇന്നിപ്പോൾ അതിന്റെ ഒരു വിധിയിലേക്ക് കോടതി കടക്കുമെന്നാണ് കരുതുന്നത്. കാരണം ശിക്ഷാവിധിയിലുള്ള വാദമടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഇന്ന് 11 മണിയോടെ വിധി പ്രസ്താവം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിശദാംശങ്ങളാണ് ഡാനി ഇപ്പോൾ നൽകിയത്. പെരിന്തൽമണ്ണയിലെ